Hello friends, today I am going to speak about Srinivasa Ramanujan. Srinivasa Iyengar Ramanujan was born on 22nd December 1887. He was an Indian mathematician who lived during the British rule in India. He made substantial contributions to mathematical analysis, number theory, infinite series, and continued fraction. The number 1729 is known as the Hardy Ramanujan number after a famous visit by Hardy to see Ramanujan at a hospital. In 2011, on the 125th anniversary of his birth, the Indian government declared that 22nd December will be celebrated every year as National Mathematical Day. Then, Indian Prime Minister Manmohan Singh also declared that 2012 would be celebrated as National Mathematics Year. He died on April 26, 1920. Thank you. നമസ്കാരം, ഞാൻ അനു GS രാമന് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. ഇന്ന് ഞാനിവിടെ ഗണിത പഠനം എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശാസ്ത്രങ്ങളുടെ പടിപ്പുരയെന്നും താക്കോലെന്നും വിശേഷിക്കപ്പെടുന്ന ശാസ്ത്രമാണ് ഗണിതമെന്ന് നാം വിളിക്കുന്ന ഗണിതശാസ്ത്രം. മനുഷ്യന്റെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ് അവന്റെ പ്രവൃത്തികളിലൂടെ പ്രകൃതിയുമായുള്ള ബന്ധത്തിലൂടെയും വികാസം പ്രാപിച്ച ശാസ്ത്രമാണ് ഗണിതം. മനുഷ്യന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത നേട്ടങ്ങൾക്കെല്ലാം പിറകിൽ ഗണിതമുണ്ടെന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട. ഗണിതത്തെക്കുറിച്ചും അതിൻ്റെ വികാസത്തെക്കുറിച്ചും ഓരോ മനുഷ്യനും അറിഞ്ഞിരിക്കേണ്ടതാണ്. പഠനം എന്നാൽ അറിവിൻ്റെ നിർമ്മാണമാണ്. അത് ചിന്തയിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ചിന്തയുള്ള ഗണിതവൽക്കരണമാണ് ഗണിത പഠനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഗണിതം ലളിതവും മധുരവുമാണെങ്കിൽ ചിന്തയുടെ ഗണിതവൽക്കരണം സന്ദർഭോചിതമായി നടക്കണം. ഗണിതശാസ്ത്രത്തിന് സംഭാവന നൽകിയ ഗണിതശാസ്ത്രജ്ഞന്മാർ ഏറെയുണ്ട്. ശ്രീനിവാസ രാമാനുജൻ, ആർക്കിമിഡീസ്, പൈതഗോറസ്, GH ഹാർഡി, അങ്ങനെ പലരും. GH ഹാർഡി ഗണിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: A mathematician, like a painter or a poet, is a maker of patterns. If his patterns are more permanent than theirs, it is because they are made with ideas. നന്ദി, നമസ്കാരം. പ്രതിജ്ഞ: ഞാൻ മലയാളി, അതിലുപരി ഭാരതീയൻ. എന്റെ ഹൃദയത്തിന്റെ ഭാഷയാണ് മലയാളം. ഗണിതം എന്റെ ചിന്തയുടെ ഭാഷയും. എല്ലാ ഭാഷകളുടെയും റാണിയാണ് ഗണിതമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗണിത ചിന്ത എന്റെ യുക്തിചിന്തയെ വികസിപ്പിക്കുമെന്ന് തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവ് ഗണിതത്തെ കൂടുതൽ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കുന്നു. അതിനാൽ ഗണിതത്തെ കൂടുതൽ അറിയുന്നതിന് ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും ഗണിത ചിന്തയിലൂടെ നല്ല പൗരനായി വർത്തിക്കുമെന്നും പൗരാണിക ഭാരതീയ ഗണിത ചിന്തകളുടെ സ്മരണയെ മുൻനിർത്തി പ്രതിജ്ഞ ചെയ്യുന്നു. Maths Magazine, submitted by Abhishek S. Kumar. Content about mathematics, maths song, sick, Sudoku, number pattern, max quiz, max riddles, magic square, max puzzle. About mathematician: Sir Isaac Newton, Srinivasa Ramanujan. Max song: That's Mathematics. Rock in English. Sings. Sudoku. Number patterns. Max quiz. Max riddles. Magic square. Max puzzle. Thank you. നമസ്കാരം, ഞാൻ ദേവിക ഗിരീഷ്. ഞാൻ ഇന്ന് ഒരു ഗണിതപ്പാട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ക്ഷേത്രഗണിത രൂപത്തിലെ ചതുരം. 4 വശങ്ങളും ഉണ്ടെനിക്ക്, മൂലകൾ 4 എണ്ണമുണ്ടെനിക്ക്, എതിരെ കിടക്കുന്ന
അടുത്തു കിടക്കുന്ന വശങ്ങളോ പരസ്പരം കുത്തനെയുള്ളവയായിരിക്കും. എൻ്റെ പേരിപ്പോൾ ചതുരമെന്നാകിലും ചിലപ്പോൾ ആ പേര് മാറുമല്ലോ, ചിലപ്പോൾ ആ പേര് മാറുമല്ലോ. നാലു വശങ്ങളും തുല്യമായാൽ ഞാൻ സമചതുരമെന്നറിയപ്പെടും. നാലു മൂലയ്ക്കും പറയുന്ന പേരല്ലോ മട്ടമൂല എന്നു കൂട്ടുകാരെ, മട്ടമൂല എന്നു കൂട്ടുകാരെ. എന്നെ വരയ്ക്കുമ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ മറക്കാതിവയെല്ലാം ഓർത്തിടണം. ശരിയായി അളക്കണം, ശരിയായി നമസ്കാരം, എൻ്റെ പേര് ദേവനാരായണൻ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഗണിതമൂലയാണ്. എൻ്റെ ഗണിതമൂലയുടെ പേരാണ് മഞ്ചാടി. എൻ്റെ ജിയോമെട്രിക് ബോക്സിലെ ഉപകരണങ്ങളാണ് സ്കെയിൽ, പൊട്ടാറ്റർ, 2 സ്ക്വയറുകൾ. ഇതെന്റെ മരമാണ്. ഇത് കൂട്ടുകയും ഗുണിക്കുകയും കുറയ്ക്കുകയും ഹരിക്കുകയും ചെയ്യാം. ഞാൻ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്ത വൃത്തങ്ങളാണിത്. ഇതൊരു മുഴുവൻ വൃത്തം, ഇത് വൃത്തത്തിന്റെ 1/4 ഭാഗം, ഇത് വൃത്തത്തിന്റെ പകുതി ഭാഗം, ഇത് വൃത്തത്തിന്റെ 1/4 ഭാഗം. ഇത് അബാക്കസ് ആണ്. ഇത് ഞാൻ വാരത്തണ്ടിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന സംഖ്യ 22,33,322 ആണ്. ഇത് 100 കല്ലുകളുണ്ട്. ഇത് എണ്ണം പഠിക്കാൻ നല്ലതാണ്. ഇത് ഷേപ്സ് ആണ്. ഇത് സമചതുരം, ഇത് ചതുരം, ഇത് ത്രികോണം, ഇത് പഞ്ചഭുജം. ഇത് 100 ഈർക്കിൽ കെട്ടുകളുണ്ട്. ഇത് 10 കെട്ടു, ഇതും 10, ഇത് 5. ഇത് ആശാരിമാർ തടിയിൽ അളക്കുന്ന കോണാണ്, മട്ടമാണ്. ഇത് ഞാൻ കാർഡ്ബോർഡിൽ വെട്ടിയെടുത്തതാണ്. ഇതെന്റെ കോണാണ്. ഇത് 7 കോണുകളുണ്ട്. ഇതെന്റെ ജിയോമെട്രിക് ചിത്രങ്ങളാണ്. ഇത്രയുമാണ് എന്റെ ഗണിതമൂലയിലുള്ള പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ ഗണിതമൂലയിലുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും ഗ്രൂപ്പിൽ ഇടിക്കണം. നമസ്കാരം, ഞാൻ അനോജ് GS. പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ പൈതഗോറസിനെയാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായിരുന്നു പൈതഗോറസ്. BC 550 അദ്ദേഹത്തിന്റെ ജനനം. ക്ഷേത്രഗണിതവും സംഖ്യാശാസ്ത്രവുമായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഗണിത ഗവേഷണ മേഖലകൾ. ത്രിമാന സമവാക്യങ്ങളുടെ നിർദ്ധാരണത്തിനുള്ള ക്ഷേത്രഗണിത സമുദായം ഇദ്ദേഹത്തിന്റെ ഒരു സംഭാവനയാണ്. അപരിമേയ ഇറാഷണൽ സംഖ്യകളുടെ കണ്ടുപിടുത്തമാണ് ഇദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവന. പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസത്തെയും സംഖ്യകൾ ഉപയോഗിച്ച് വിശദീകരിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഭൂമിക്ക് ഗോളാകൃതിയാണെന്നും ഗ്രഹങ്ങൾക്കെല്ലാം അവരുടേതായ സഞ്ചാരപാതയുണ്ടെന്നും അദ്ദേഹം സമർത്ഥിച്ചു. ത്രികോണമിതിയിലെ പ്രധാന സിദ്ധാന്തങ്ങളിൽ ഒന്നായ പൈതഗോറസ് സിദ്ധാന്തം ഇദ്ദേഹത്തിന്റെ സംഭാവനയാണ്. നന്ദി. Max Magazine, submitted by Akshita Girish, Class 7B, GHSS, Ramapuram. Contents: Science, Max Puzzles, Time, Shapes and Patterns, Tables. Science.
Brazil. Time. Shapes. Patterns. Table form 10 to 15. Thank you. Guys, I am Reyes. I am introducing today my small maths corner. This is my maths corner. This is scale, set square 1, set square 2 and protractor. This is shapes, square, rectangle, circle, triangle, semicircle, cube, oval, cone, cylinder, prism and hexagon. This is measurement of set squares in degrees. Set square 1, 90 degree, 60 degree, 30 degree and set square 2, 45 degree, 90 degree and 45 degree. Now this is a full of circle. Now this is 10 into 1 by 4 of a circle or quarter of a circle. Now this is 10 into half of a circle or 1 by 2 of a circle. And this is now 10 into 3 by 4 of a circle. This is my pattern. And this is 4 groups of carom coins. In each group I am divided, I am include 3 coins. Total carom coin is equal to 3 into 4 is equal to 20. This is my clock. And we can change time in this clock. Now I am turning time. Now this is 3 o'clock. This is my abacus. Ones, tens, hundreds, thousands, 10,000s, lakhs, 10 lakh, crore, 10 crore. 58 crores, 76 lakhs, 54,321. Would you like my maths corner? Thank you. ശ്രീനിവാസ രാമാനുജൻ ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായി വിലയിരുത്തപ്പെടുന്ന ആളാണ് ശ്രീനിവാസ രാമാനുജൻ അയ്യങ്കാർ എന്ന ശ്രീനിവാസ രാമാനുജൻ. തമിഴ്നാട്ടിൽ ഈറോഡിലെ ദരിദ്ര കുടുംബത്തിൽ 1887 ഡിസംബർ 22 അദ്ദേഹം ജനിച്ചു. അച്ഛൻ കൂപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ, അമ്മ കോമളത്തമ്മ. രാമാനുജന് താഴെ 5 മക്കൾ കൂടിയുണ്ട്. ഇദ്ദേഹം താമസിച്ചിരുന്നത് കുംഭകോണത്തിൽ സാരംഗവാണി ക്ഷേത്രത്തിനടുത്തായിരുന്നു. ഇപ്പോൾ ആ വീട് മ്യൂസിയമായി സൂക്ഷിക്കുന്നു. സ്കൂളിൽ വെച്ച് ഗണിതമായിരുന്നു രാമാനുജന്റെ പ്രിയ വിഷയം. ശുദ്ധ ഗണിതത്തിൽ കാര്യമായ വിദഗ്ധ ശിക്ഷണം ലഭിക്കാതിരുന്നിട്ടും സ്വയം പ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, തുടർച്ചാ ഭിന്നകങ്ങൾ തുടങ്ങി ഗണിതശാസ്ത്രജ്ഞ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി. 1912 ജനുവരി 12 രാമാനുജൻ മദ്രാസ് അക്കൗണ്ട്സ് ജനറൽ ഓഫീസിൽ ഗുമസ്തനായി ജോലി കിട്ടി. 1914 ഏപ്രിൽ 14 രാമാനുജൻ ലണ്ടനിലെത്തി. രാമാനുജന്റെ ഗുരുവായിരുന്നു ഇംഗ്ലീഷ് ഗണിതജ്ഞൻ GH ഹാഡി. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന രാമാനുജനെ കാണാനെത്തിയ പ്രൊഫസർ ഹാഡി തന്റെ കാലിന്റെ നമ്പരായ 1729 ഒരു പ്രത്യേകതയും ഇല്ലെന്ന് പറഞ്ഞു വന്നിരുന്നു. 2 ഘടകങ്ങളുടെ തുകയായി 2 തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് 1729 എന്നായിരുന്നു രാമാനുജന്റെ മറുപടി. അതുകൊണ്ട് തന്നെ 1729 രാമാനുജന്റെ സംഖ്യയായി പറയപ്പെട്ടു. 1920 ഏപ്രിൽ 26 അദ്ദേഹം അന്തരിച്ചു. നന്ദി. Magazine contents Sudoku about mathematicians, science, We're gonna keep it low key, keep it softly spoken, with no strings tying you to me. I'm happy in your company with no emotion, 'cause my love deserves to be free. I never wanna look at a house in the garden, I never wanna lock you down. about mathematicians. I know you're not mine, it's just my turn, but we can still have fun for now. Science. Regularities of number 1 to 9. You told me you don't really do commitment, trust me, can
consider your message received. When you said you couldn't take us too seriously, I must admit I was relieved. 'Cause I never wanna play happy families with you, but I like having you around. I'm fully aware this is a flash in the pan, but we can still have fun for now. Drawing submitted by Vidula R. 7B, Government HSS. Magazine. Math Magic. Contents: peculiarities of numbers 1 to 9, number patterns, max riddles, max puzzle, fraction, max songs, about mathematicians, geometrical patterns, pictures about max, fruit geometry, science, nature max, sudoku, magic square, prime numbers. Peculiarities of numbers 1 to 9. Number pattern. Max riddles. Max puzzle. Fractions. Max songs. Addition song. Max a challenge. About mathematicians. Ramanujan. Sir Isaac Newton. Geometric patterns. Pictures about max. Fruit geometry. Science. Nature max. Sudoku. Magic square. Prime numbers. നമസ്കാരം, ഞാൻ ശ്രുതി ലക്ഷ്മി. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാമോ? ഇന്ന് ഗണിതശാസ്ത്ര പ്രതിഭയായ ശകുന്തളാദേവിയുടെ ജന്മദിനം. ശകുന്തളാദേവി മനുഷ്യ കമ്പ്യൂട്ടർ. ഭാരതത്തിൽ ജനിച്ച ഗണിതശാസ്ത്ര പ്രതിഭയായ വനിതയാണ് ശകുന്തളാദേവി. 1929 നവംബർ 4 ജനിച്ച ശകുന്തളാദേവി മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശകുന്തളാദേവിയുടെ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. നാനക് ചന്ദ് ചേടിയുടെയും ദേവകിയുടെയും മകളായി ശകുന്തളാദേവി ജനിച്ചു. നാനക് ചന്ദ് ഒരു സർക്കസ് കായിക താരമായിരുന്നു. റബ്ബീസ് വലിച്ചു മുറുക്കിയ കയറിനു മുകളിലൂടെയുള്ള നടത്തം, പീരങ്കി, മനുഷ്യയുണ്ടയാകുന്നു തുടങ്ങിയവയായിരുന്നു നാനക് ചന്ദ് പ്രദർശിപ്പിച്ചിരുന്നത്. പിതാവിനൊപ്പം ചീട്ടിലെ മാന്ത്രിക വിദ്യകൾ പ്രദർശിപ്പിച്ച ശകുന്തളാദേവി ഗണിതശാസ്ത്ര പാഠവും 3-ാം വയസ്സിൽ തന്നെ പ്രകടമാക്കി. ഒരു വിദ്യാലയത്തിലും പോയി അക്കാദമികമായും ഒരു യോഗ്യതകൾ കൈവരിക്കാതെ തന്നെ സംഖ്യകളെ മെരുക്കിയെടുത്ത ഗണിതശാസ്ത്രത്തിലെ അത്ഭുത വനിതയാണ് ശകുന്തളാദേവി. 6-ാം വയസ്സിൽ മൈസൂർ സർവകലാശാലയിൽ തൻ്റെ ശരവേഗത്തിലുള്ള കണക്കുകൂട്ടൽ കഴിവും ഓർമ്മശക്തിയും പ്രദർശിപ്പിച്ചു.
8ാം വയസ്സിൽ തമിഴ്നാട്ടിലെ അണ്ണാമലൈ സർവകലാശാലയിലും ഇത് ആവർത്തിച്ചു. ഗണിതശാസ്ത്ര വിശാരദന്മാരും പത്രക്കാരും വിദ്യാർത്ഥികളും അടങ്ങിയ ഒരു സംഘം 1980 ജൂൺ 13 ലണ്ടനിലെ ഇംപീരിയൽ കോളേജിൽ ഒരു ഒത്തുകൂടി. 13 അക്കസംഖ്യകൾ നിർദ്ദേശിച്ചു. ഇവയുടെ ഗുണനഫലം മനക്കണക്കിലൂടെ കണ്ടെത്തുകയായിരുന്നു ശകുന്തളാദേവിയുടെ കർത്തവ്യം. 28 സെക്കൻഡുകൾ കൊണ്ട് ശരിയുത്തരത്തിലേക്ക് അവർ എത്തി. 1995 ഗിന്നസ് ബുക്കിൽ 26ാം പേജിൽ ഈ സംഭവം ഞാനൊരു മാത്സ് പസിലാണ് അവതരിപ്പിക്കുന്നത്. ഈ കോളങ്ങളിൽ ഞാൻ 3 സംഖ്യകൾ വീതം 4 കോളങ്ങളിലാക്കിയിട്ടുണ്ട്. ഇവയിൽ ഒരേ കളറുള്ള 3 സംഖ്യകൾ തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ക്രിയ ചെയ്താൽ ഈ ഉത്തരം കിട്ടും. അതുപോലെ ഈ അവസാനത്തെ കോളത്തിൽ ഏത് സംഖ്യയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതേപോലെ വേറെ രീതിയിൽ ക്രിയ ചെയ്യുന്ന 2 പസിലുകൾ കൂടി ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങൾ ഇവയുടെ ഉത്തരങ്ങൾ കണ്ടെത്തണം. ഇതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഇവ ചെയ്തു തീർക്കുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തേതിൻ്റെ ഉത്തരം 40ഉം രണ്ടാമത്തേതിൻ്റെ ഉത്തരം 2ഉം മൂന്നാമത്തേതിൻ്റെ 44ഉമാണ്. ഇനി ഇവിടെ 40ഉം ഇവിടെ 2ഉം ഇവിടെ 44ഉമാണ് ഉത്തരം കിട്ടുന്നത്. നമുക്ക് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ആദ്യത്തേതിനകത്തിൽ 7ഉം 4ഉം 3ഉമാണ് നൽകിയിരുന്നത്. അവ ക്രിയ ചെയ്തത് 7 × 4 + 4 × 3 = 40. അങ്ങനെയാണ് ഉത്തരം 40 കിട്ടിയത്. ഇവിടെ എല്ലായിടത്തും അതേ ക്രിയ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 4 × 6 + 6 × 1, അതായത് 6 × 4 24 + 6 × 1 6 = 30. 8 × 4 + 8 + 4 = 44 = 32. 32 + 8 + 4 8 + 4 = 12 32 + 12 = 44. അങ്ങനെയാണ് ഇവിടെ 44 എന്ന് കിട്ടിയത്. അതുപോലെ ഇവിടെയും ചെയ്യാം. 9 + 8 9 × 8 + 9 + 8. താങ്ക് യു. കൂട്ടുകാരെ, ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഗണിതമൂലയാണ്. ഗണിതമൂലയുടെ പേരാണ് ഗണിത നക്ഷത്രങ്ങൾ. ഗണിത നക്ഷത്രങ്ങളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയേണ്ടത് കൂട്ടുകാർക്ക്? സ്ഥാനവേല പോക്കറ്റ്, സംഖ്യ ബോർഡ്, ഇരട്ട സംഖ്യയുടെയും ഒറ്റ സംഖ്യയുടെയും ബുക്ക്, സമചതുര കട്ട്, സംഖ്യാ കാർഡുകൾ, മഞ്ചാടി, ഈർക്കില്, ജാമെട്രി പറ്റിയ ഉപകരണങ്ങൾ, ക്ലോക്ക്, പിന്നെ മാഗസിൻ. നോക്കൂട്ടരെ, ഇതെന്തൊക്കെയാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം. സ്ഥാനവേല പോക്കറ്റ് ഒന്നുകൾ, പത്തുകൾ, നൂറുകൾ, ആയിരങ്ങൾ എന്നീ തിരിച്ചിരിക്കും. ഇത് വായിക്കുന്നത് 6243 എന്നാണ്. ഇത് ഇരട്ട സംഖ്യയുടെയും ഒറ്റ സംഖ്യയുടെയും ബുക്ക്. 2 4 6 8 10
ഒറ്റസംഖ്യകൾ 1 3 5 7 9. ഇത് സമചതുര കട്ട. ഇത് 3 സമചതുര കട്ടകളുണ്ട്. പിന്നെ ഇത് സംഖ്യ ബോർഡ്. 4 സംഖ്യ ബോർഡാണ് ഇത്. 1000, 2000, 3000, 4000, 5000, 6000, 7000, 8000, 9000. ഇത് മഞ്ചാടി. ഇത് 100 കൂട്ടങ്ങളുള്ള മഞ്ചാടിയാണ്. ഇത് 100 വീതമുള്ള ഈർക്കിലാണ്. ഇത് ജാമെട്രി പെട്ടിലെ ഉപകരണങ്ങൾ: സ്കെയില്, കോൺവാബിനി, 45, 90 ഡിഗ്രി മട്ടം, 30, 60, 90 ഡിഗ്രി മട്ടം. ഇത് സംഖ്യാ കാർഡുകൾ. 10,000, 20,000, 30,000, 40,000, 50,000, 60,000, 70,000, 80,000, 90,000. പിന്നെ ഇത് ഗണിത മാഗസിൻ. ഗണിത മാഗസിൻ്റെ പേരാണ് ഗണിത മൊട്ടുകൾ. പിന്നെ ഇത് ക്ലോക്ക്. ഇത് 9 മണിയെന്ന് വായിക്കുന്നു. 6 മണി, 6:30. ഇതാണ് എൻ്റെ ഗണിത മൂലയിലുള്ള ഉപകരണങ്ങൾ. Hi, I am Anojis. I am studying in Standard 7. Today, I am presenting my maths corner. This is my maths corner. ഇത് ഒരു നമ്പർ ചെയിനാണ്. ഇതിൽ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഈർക്കലിന്റെ കുറച്ച് ബണ്ടിൽസ് ആണ്. ഇതെല്ലാം 10ന്റെ ബണ്ടിൽസും ഇത് 100ന്റെ ബണ്ടിലുമാണ്. ഇതാണ് എന്റെ കലണ്ടർ. ഇതാണ് പ്ലേസ് വാല്യൂ പോക്കറ്റ്. ഇതിൽ ഇതുപോലെ നമുക്ക് സംഖ്യാ കാർഡുകൾ ഉപയോഗിച്ച് ഓരോ നമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതും സംഖ്യകളെ കുറിച്ച് അറിയാനും സംഖ്യകളെ കുറിച്ച് പഠിക്കാനും നമ്മെ വളരെയധികം സഹായിക്കും. ഇത് ഞാൻ ഉണ്ടാക്കിയ അബാക്കസ് ആണ്. ഇത് ഞാൻ എൻ്റെ കാലുകൊണ്ട് അളന്ന 1 മീറ്റർ റിബൺ. ഇത് സംഖ്യാ കാർഡുകളാണ്. ഇത് ക്ലോക്കാണ്. ക്ലോക്കിൽ സംഖ്യകളെ കുറിച്ചും ഒബ്റ്റ്യൂട്ട്, അക്യൂട്ട് എന്നിങ്ങനെയുള്ള ആംഗിളുകളെ കുറിച്ചും പഠിക്കാൻ നമ്മെ സഹായിക്കുന്നു. ഇത് ഒരു ട്രയാങ്കിളിന്റെ മോഡലാണ്. ഇത് ഒരു പിരമിഡിന്റെ മോഡലാണ്. ഇത് നമ്മുടെ ജോമെട്രിക്കൽ ബോക്സിലെ
കുറച്ച് ടൂൾസ് ആണ്. സ്കെയിൽ, സെറ്റ് സ്ക്വയർസ്, പ്രൊട്രാക്ട്. ഇത് തടിയിൽ എടുത്ത ഒരു സ്കെയിലിന്റെ മാതൃകയാണ്. ഇത് ഒരു 10 പെൻസിലിന്റെ ബണ്ടിലാണ്. ഇത് ഒരു തരം ഗെയിമാണ്. ഇതിനെ കുറിച്ച് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് 3 പേപ്പർ ഗ്ലാസുകളാണ് കിട്ടിയിട്ടുള്ളത്. ഈ പേപ്പർ ഗ്ലാസുകളിൽ ഓരോ പടത്തിനും ഓരോ സംഖ്യകളും കൊടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണത്തിലും ഒരേ സംഖ്യകളാക്കുക. ഇവിടെ 3 3 എന്ന് വന്നു. ഇനി മണ്ടയ്ക്കത്തിൽ 3 ആക്കുക. കണ്ടില്ലേ? ഗണിതം എപ്പോഴും കളികളിലൂടെ പഠിക്കുമ്പോൾ അത് മനസ്സിൽ തന്നെ നിൽക്കും. ഇതും കുറച്ച് നമ്പർ കാർഡുകളാണ്. ഇത് കുറച്ച് മുത്തുകളാണ്. ഇതും ഗണിതം പഠിക്കാൻ നമ്മെ സഹായിക്കും. നിങ്ങൾ കണ്ടില്ലേ? ഇതെല്ലാമാണ് എൻ്റെ മാത്സ് കോർണർ. നന്ദി. Hi, I am Dayasagar R. I am studying in 7th standard Government HSS Ramura. This is my maths corner. Place value, pockets, fraction, abacus, angles. Geometrical patterns. Geometrical shapes. Fractions. Number patterns. Sinks. Geometrical shapes. Cuboid, cube, square, triangle, rectangle, circle, spherical. The abacus. Geometrical instruments. Bundle of 10, bundle of 100, stones, numbers tail, clock. Thank you. Magazine. Submitted by Shreya S. Standard 7B, Government HSS Ramovaram. Mathematics. Mathematics plays a very important role in our daily life. It makes our life orderly and prevents chaos. Certain qualities that are nurtured by mathematics are power of reasoning, creativity, abstract or spatial thinking, problem solving ability, and even effective communication skills. Mathematics is the cradle of all creations, without which the world cannot move an inch. Content: peculiarities of numbers 1 to 9, Maths in nature, Maths poems, Maths quiz, magic square, symbols, geometric patterns, picture on Maths, riddles, Sudoku, mathematician, number patterns. Peculiarities of numbers 1 to 9. 1, 2, 3,
4, 5, 6, 7, 8, 9. Maths in nature. Max poems. Max in my life. Funny mathematics. Max quiz. Magic square. Symbols. Geometric patterns. Pictures on max. Riddles. Sudoku puzzle. Medium Sudoku puzzle. Mathematician. Srinivasa Ramanujan. Shakuntala Devi. Number patterns. Thank you. Is our Max Corner. Submitted by Abhin and Aishwarya, Class 7B. Roman letters. Drawing of geometrical instruments. Angle of 90 degree, 80 degree and 70 degree. Shapes. Clock. Right angle, acute angle, acute angle. Place value pockets. Ones, tens, hundreds, thousands, 10,000s. Place value pockets. Ones, tens, hundreds, thousands, 10,000s. Maths magazine. Seeds. Clock, set square, protractor, set square, cone, cube, cuboid, abacus. 1 meter of ribbon and 1 meter of my palm. 5 feet. നമസ്കാരം, ഞാൻ ആരാധന. ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്റെ മാത്സ് കോർണർ ആണ്. ആദ്യം തന്നെ ഞാൻ 100 ഇറുക്കിലുള്ള ഒരു കെട്ടും 10 ഇറുക്കിലുള്ള ഒരു കെട്ടുമാണ് എടുത്തിരിക്കുന്നത്. ഇത് എണ്ണം പഠിക്കാൻ സഹായകരമാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മുത്തുകളാണ്. നിങ്ങൾക്ക് മഞ്ചാടി കുരുവോ കല്ലോ എടുക്കാം. ഇതും എണ്ണം പഠിക്കാൻ സഹായിക്കും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ജോമെട്രി ബോക്സിലെ കുറച്ച് ടൂൾസ് ആണ്. സ്കെയില്,
protractor, set squares. നെക്സ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ആരോ കാർഡാണ്. ഇതിൽ ഞാൻ ഒരു സംഖ്യ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേസ് വാല്യൂ മനസ്സിലാക്കാനും എക്സ്പാൻഡഡ് ഫോം മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നു. ഇവിടെ ഞാൻ പേപ്പർ കപ്പിൽ 1 lakh സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പ്ലേസ് വാല്യൂ മനസ്സിലാക്കാനും എക്സ്പാൻഡഡ് ഫോം ഇതിന്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട്. അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അബാക്കസ് ആണ്. ഇത് എണ്ണം പഠിക്കാനും പ്ലേസ് വാല്യൂ മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നു. അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പ്ലേസ് വാല്യൂ പോക്കറ്റ് ആണ്. ഇതിൽ നമുക്ക് ഈർക്കിലുകളോ സ്ട്രോകളോ സംഖ്യാ കാർഡുകൾ നിർമ്മിച്ചോ ഇടാം. എന്നിട്ട് സംഖ്യകൾ വിവിധ തരത്തിലുള്ള സംഖ്യകൾ നമുക്ക് ഉണ്ടാക്കാം. അടുത്തതായി ഞാൻ ഇവിടെ ഫ്രാക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നതാണ്. ഇത് ഞാൻ കാർഡ്ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് നോക്കൂ, 1നെ 4 ഭാഗിച്ചതിൽ 1. അപ്പോൾ 1/4. നോക്കൂ, ഇതിനെ 1നെ തുല്യ ഭാഗങ്ങളായി 1നെ 2 ഭാഗിച്ചതിൽ 1. അപ്പോൾ 1/2 ഹാഫ്. അടുത്തതായി 1നെ 4 ഭാഗിച്ചതിൽ 3. അപ്പോൾ 3/4. ശരി, അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് പോളിഗൺസ് ആണ്. ആദ്യം ട്രയാങ്കിൾ, പിന്നെ ക്വാഡ്രിലാറ്ററൽ, പിന്നെ പെന്റഗൺ, പിന്നെ ഹെക്സഗൺ, പിന്നെ സെപ്റ്റഗൺ, പിന്നെ ഒക്ടഗൺ. അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ജോമെട്രിക്കൽ ഷേപ്സ് ആണ്. സർക്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, റെക്ടാങ്കിൾ, ക്യൂബ്, ക്യൂബോയിഡ്, സിലിണ്ടർ. അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആംഗിൾസ് ആണ്. നോക്കൂ, ഇവിടെ 2 വരകൾ കൂടി ചേരുമ്പോൾ ഒരു ആംഗിൾ ആണ് ഉണ്ടാകുന്നത്. ഇവിടെ 3 വരകൾ കൂടി ചേരുമ്പോൾ 3 ആംഗിൾസ് ആണ് ഉണ്ടാകുന്നത്. ഇവിടെ 4 വരകൾ കൂടി ചേരുമ്പോൾ 6 ആംഗിൾസ് ഉണ്ടാകുന്നു. അടുത്തതായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്ലോക്ക് ആണ്. ഈ ക്ലോക്ക് നമുക്ക് ആംഗിളിന്റെ വിരുവറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ചെറിയ ആംഗിൾ വലുതായി 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 വരുന്നു. ഈ ക്ലോക്ക് സമയം മനസ്സിലാക്കാനും ഉപയോഗിക്കുന്നു. ഇപ്പോൾ നോക്കൂ, ഇവിടെ 6 മണി. ഇവിടെ നോക്കൂ, ഇപ്പൊ 6:15. ഇവിടെ നോക്കൂ, ഇപ്പോൾ 6:30 ആയിരിക്കുന്നു. അടുത്തതായി ഇപ്പോൾ 6:45 ആയിരിക്കുന്നത്. ഇവിടെ വരുമ്പോൾ 7 മണി ആകുന്നു. അടുത്തതായി ഞാൻ ഇവിടെ 1 മീറ്റർ അളന്ന് നീളമുള്ള ഒരു റിബൺ എടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാൻ 1 മീറ്റർ എന്റെ കാൽപാദത്തിൽ അളന്ന റിബൺ ആണ് എടുത്തിരിക്കുന്നത്. ഇത് എന്റെ കാൽപാദത്തിൽ 4.5 അടിയോളം ഉണ്ട്. അടുത്തത് ഞാൻ ഇവിടെ പാറ്റേൺ ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ പ്ലേറ്റ്, ഗ്ലാസ്, പ്ലേറ്റ്, ഗ്ലാസ്, പ്ലേറ്റ്. അടുത്ത എന്ത് വരും? ഗ്ലാസ് വരും. ഇനി നോക്കൂ, ഇത് വെച്ച് മാത്രമല്ല നമുക്ക് നമ്പർ വെച്ചും ഷേപ്സ് വെച്ചും പാറ്റേൺ ഉണ്ടാക്കാം. നോക്കൂ, നമ്പർ പാറ്റേൺ 2, 4, 6, 8. 2 + 2 = 4. 4 + 2 = 6. 6 + 2 = 8. അടുത്തത് 8 + 2 = 10. നോക്കൂ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ട്രയാങ്കിൾ. അടുത്തത് സ്ക്വയർ. ശരി, ഇനി ഞാൻ നിങ്ങളെ ഇവിടെ
ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു മാജിക് കലണ്ടർ ആണ്. അതിനു വേണ്ടി ഞാൻ ഈ വർഷത്തിലെ ഈ മാസത്തെ കലണ്ടർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ 4 റോയിലുള്ളതും 4 കോളത്തിലും ഉള്ളതുമായ സംഖ്യ ഒരു സ്ക്വയറിൽ എടുക്കണം. ഞാനിവിടെ 3, 4, 5, 6 ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ ഇവിടെ ഒരു സംഖ്യ ഇവിടെ എഴുതി ഞാൻ മറച്ചു വെക്കുകയാണ്, നിങ്ങളെ കാണുക തന്നെ. മറ്റ് നമ്മൾ എടുത്ത സംഖ്യ ഒന്നും അതിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഈ മാജിക് കലണ്ടർ ചെയ്യാൻ ഞാൻ എൻ്റെ അമ്മയുടെ സഹായം തേടുകയാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഒരു സംഖ്യ പറയൂ. 10. അമ്മ 10 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 10 റൗണ്ട് ഇടണം. അപ്പൊ നമ്മൾ 10 റോയിലുള്ളതും കോളത്തിലുമുള്ളതായ സംഖ്യ വെട്ടണം. കണ്ടോ? അടുത്ത വേറൊരു സംഖ്യ പറയൂ. 25. അമ്മ 25 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റോയിലുള്ളതും കോളത്തിലുള്ളതുമായ സംഖ്യ നമുക്ക് വെട്ടണം. വേറൊരു സംഖ്യ പറയൂ. 5. അമ്മ 5 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ റോയിലുള്ളതും കോളത്തിലുള്ളതുമായ സംഖ്യ നമ്മൾ വെട്ടി. അവസാനം അവശേഷിക്കുന്നത് 20 എന്ന സംഖ്യയാണ്. അതിനും നമുക്ക് വട്ടമിടാം. ഇവിടെ നോക്കൂ, ഈ വട്ടമിട്ടിരിക്കുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഏത് ആൻസർ ആണ് കിട്ടുന്നത്? 25 10 35, 35 5 40, 40 20 60. നോക്കൂ, നമ്മൾ ആദ്യമേ ഒരു സംഖ്യാ കാർഡ് മറച്ചു വെച്ചില്ലായിരുന്നോ? ആ സംഖ്യാ കാർഡിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? 60. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയ ആൻസറും ഇതിലുള്ള ആൻസറും എന്തായിരുന്നു? 60 തന്നെയായിരുന്നു. അപ്പം ഈ മാജിക് എങ്ങനെയാണെന്ന് കാണണ്ടേ? ശരി, വരൂ. ആദ്യം തന്നെ നമ്മൾ ഈ കോർണറിലുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടണം. 27 + 3 എത്രയാണ്? 30. 30ന്റെ ഇരട്ടി, 30ന്റെ ഡബിൾ നോക്കുമ്പോൾ 60 കിട്ടുന്നത്. ആ സംഖ്യ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി ഈ കോർണറിലൂടെ നമുക്ക് പരിശോധിച്ച് നോക്കാം. 24ഉം 6ഉം തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ്? 30. അതിന്റെ ഡബിൾ എത്രയാണ്? 60. അപ്പോൾ ഈ കോർണറിലുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആൻസറിന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ വരുന്ന ആൻസർ. അപ്പം ഇന്നത്തെ മാത്സ് കോർണർ എല്ലാരും കണ്ടുവല്ലോ. അപ്പൊ നിങ്ങളും ഇതേപോലെ ഒരു മാത്സ് കോർണർ വീട്ടിൽ തയ്യാറാക്കണം. നന്ദി, നമസ്കാരം. Magical Maths Magazine, submitted by Abhin and Vishaya, Class 7B, GHSS Ramburam. Content: Peculiarities of number 1 to 9, pictures related to maths, maths songs, factor 3, maths riddles, number pattern, about mathematicians, nature maths, space maths, magic square. Peculiarities of number 1 to 9. Pictures related to maths. Double song. Counting songs. Factor 3. Riddles. Number patterns. About mathematicians. Blaise Pascal. Archimedes of Syracuse. Zeno of Elea. Nature math.
Race maths. Magic square. കൂട്ടുകാരെ, ലോക പ്രശസ്ത ശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജനെ പറ്റിയാണ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്ത്യൻ ഗണിത ശാസ്ത്രജ്ഞൻ 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ചു. 1903 മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി. ചെറുപ്പം മുതലേ ഗണിത പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. 1917 റോയൽ സൊസൈറ്റിയിൽ ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. ഗണിതശാസ്ത്രത്തിൽ കൂടുതൽ ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. 1920 ഏപ്രിൽ 20 അദ്ദേഹം അന്തരിച്ചു. ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇന്ന് നവംബർ 4, ഗണിതശാസ്ത്ര പ്രതിഭയായ ശകുന്തള ദേവിയുടെ ജന്മദിനം. 1929 നവംബർ 4 ഭാരതത്തിൽ ജനിച്ച ഗണിതശാസ്ത്ര പ്രതിഭയായ വനിതയാണ് ശകുന്തള ദേവി. മനുഷ്യ കമ്പ്യൂട്ടർ എന്ന പേരിലാണ് ശകുന്തള ദേവി അറിയപ്പെടുന്നത്. എഴുത്തുകാരി എന്ന നിലയിൽ നിരവധി നോവലുകളും ഗണിതം, ജ്യോതിഷം എന്നിങ്ങനെയുള്ള ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. 2013 ഏപ്രിൽ 21 ഹൃദയാഘാതം മൂലമാണ് ശകുന്തള ദേവി അന്തരിച്ചത്. നന്ദി. Hi friends, my name is Srinidhi P, studying in 7B. Today I am presenting my Maths Corner. ഇത് കുറച്ച് സംഖ്യകൾ വെട്ടിയൊട്ടിച്ചതാണ്. 0 മുതൽ 9 വരെയുള്ള സംഖ്യകളുണ്ട്. ഇതാണ് പ്ലേസ് വാല്യൂ പോക്കറ്റ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് നമ്പർ കാർഡ്സുകൾ വെട്ടിയെടുത്തിട്ടുണ്ട്. പ്ലേസ് വാല്യൂ പഠിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇത് കുറച്ച് ചിഹ്നങ്ങൾ വെട്ടിയൊട്ടിച്ചതാണ്. ഇതൊരു പ്രൊട്രാക്ടർ നിർമ്മിച്ചതാണ്. 15 സെന്റിമീറ്റർ സ്കെയിൽ വെച്ച് അളന്ന ഒരു ഉപകരണമാണ്. ഇത് ഈർക്കിൽ കട്ടുകളാണ്. ഇത് 10ന്റെ കെട്ട്, ഇത് 100ന്റെ കെട്ട്. ഇത് ആംഗിളുകൾ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോർഡാണ്. ഇതുപോലെ നമുക്ക് ആംഗിളുകൾ പെട്ടെന്ന് പഠിക്കാം. ഇത് ഈർക്കിലുകൾ വെച്ച് ഞാൻ 3 ആംഗിളുകൾ ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് കുറച്ച് രൂപങ്ങളാണ്. ഇത് ഞാൻ കാല് വെച്ച് അളന്ന 1 മീറ്റർ റിബണാണ്. ഇത് ഞാൻ കൈ വെച്ച് അളന്ന 1 മീറ്റർ റിബണും. ഇത് ഒരു റിയൽ അബാക്കസ് ആണ്. ഇത് ഒരു ക്ലോക്ക് ആണ്. ഇത് നമ്മൾ സമയം അറിയാനും കൂടാതെ ഇത് കറങ്ങുന്ന സമയത്ത് പല ആംഗിളുകളും നമുക്ക് കാണാൻ കഴിയും. ഇത് കലണ്ടറാണ്. ഇത് നമ്മൾ തീയതി അറിയാനും ദിവസം അറിയാനുമാണ് ഉപയോഗിക്കുന്നത്. ഇത് ഗണിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഗണിതം ഒരിക്കലും പാടുള്ള വിഷയമല്ല. അത് കളികളിൽ കൂടിയും ചിരികളിൽ കൂടിയും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. Hi friends, I am Sri Lakshmi. I will show my Maths Corner. Shapes: rectangle, square, triangle, circle, etc. Number card: 1, 2, 3, 4, 5, 6, 7, 8, 9, 10. Clock: 8 a.m.
6 p.m. 10 sticks in a group. Total 100 sticks. Abacus. Ones, tens, 100,000. 4,321. Angles. 50-degree angle, 90-degree angle, 30-degree angle, etc. Model of geometrical shapes. Scale. Protractor. Set square 1. Set square 2. Circle pattern. One by 2. 1 by 4. 4 by 4. 3 by 4. 50 stones. Hi, I am Gobika. This is my Max Corner. Place value pocket. Clock. Geometrical shapes. Fraction disc. Abacus. Stones. Bundle of 10. Bundle of 100. Geometrical instruments. Angles. Geometrical instruments. 1 meter ribbon. Number cards. Thank you. എൻ്റെ പേര് നാഫിയ ഫാത്തിമ. ഞാൻ ഏരിയയിൽ പഠിക്കുന്നു. ഇതെൻ്റെ ഗണിത മൂല്യമാണ്. ഇത് 0 മുതൽ 9 വരെയുള്ള സംഖ്യാ കാർഡുകളാണ്. രൂപങ്ങൾ വെട്ടിയൊട്ടിച്ചതാണ്. 100-ന്റെയും 10-ന്റെയും ഈർക്കിൽക്കെട്ടുകളാണ്. ഞാനിടയ്ക്ക് സ്ഥാനവില പോക്കറ്റാണ്. ഇതൊരു കോൺ മാർബിളിയാണ്. ഇതൊരു ക്ലോക്കാണ്. സെറ്റ് സ്ക്വയർ ആണ്. ഇൻസ്ട്രുമെന്റ് ബോക്സിലെ ഉപകരണങ്ങളാണിത്. പ്രൊട്രാക്ടർ, സെറ്റ് സ്കെയില്. കോണുകളാണ്. 90 ഡിഗ്രി, 50 ഡിഗ്രി, 60 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി. നന്ദി. നമസ്കാരം, ഞാൻ ഗംഗ. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീനിവാസ രാമാനുജൻ, കണക്കിന്റെ കളിത്തോഴൻ. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഭാരതം കണ്ട ഏറ്റവും മഹാനായ ഗണിതശാസ്ത്രജ്ഞന്റെ ജന്മദിനം. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ജനിച്ചത്. സംഖ്യാ സിദ്ധാന്തം, അനന്തശ്രേണി, ഗണിത വിശകലനം എന്നിവയിൽ രാമാനുജൻ വിലപ്പെട്ട സംഭാവനകൾ നൽകി. ഉന്നത ഗണിത വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും സ്വപ്രയത്നത്താൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ ഉന്നത പദവി അലങ്കരിച്ചു. 1829 രാമാനുജൻ സംഖ്യയായി അറിയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഗുരുവായ GH ഹാർഡി രാമാനുജനെ സന്ദർശിക്കാൻ എത്തിയ ടാക്സി കാറിന്റെ നമ്പറായ 1729 രാമാനുജൻ സംഖ്യയായി അറിയപ്പെടുന്നു. 1729 രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി 2 രീതിയിൽ എഴുതാൻ കഴിയും. കൂടാതെ
1729 3 അഭാജ്യ സംഖ്യകളുടെ ഗുണിത ഫലമായും എഴുതാൻ കഴിയും. 1920 ഏപ്രിൽ 26 അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. നന്ദി, നമസ്കാരം. ശ്രീനിവാസ രാമാനുജൻ. ആധുനിക ഭാരതത്തിലെ ഏറ്റവും പ്രതിഭാശാലിയായ ഗണിതശാസ്ത്രജ്ഞനായ ശ്രീനിവാസ രാമാനുജൻ 1887 ഡിസംബർ 22 തമിഴ്നാട്ടിലെ ഈറോഡിലാണ് ജനിച്ചത്. സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, സംഖ്യാവിശകലനം എന്നിവയിൽ രാമാനുജൻ വിലപ്പെട്ട സംഭാവനകൾ നൽകി. ഉന്നത ഗണിത വിദ്യാഭ്യാസം ലഭിക്കാതിരുന്നിട്ടും സ്വപ്രയത്നത്താൽ അദ്ദേഹം ഗണിതശാസ്ത്രത്തിലെ ഉന്നത പദവി അലങ്കരിച്ചു. നന്ദി.